Hi friends, welcome to D Indian Cuisines. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് ഡാർക്ക് ചോക്ലേറ്റ് മൂസ് വിത്ത് സ്ട്രോബെറി സോസ്. നമുക്കപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്ത് എടുത്തേക്കാണ്. പിന്നെ എടുത്തേക്കുന്ന ഒരു 50 ഗ്രാം പഞ്ചസാരയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 75 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഞാനൊരു 70% ഉള്ള ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തേക്കുന്നത്. അത് മെൽറ്റ് ചെയ്ത് എടുത്തേക്കാണ്. പിന്നെ വേണ്ടത് ഒരു 125 ml ചിൽഡ് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അത് നമ്മൾ വിപ്പ് ചെയ്തെടുക്കുന്നത് വരെ ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് സ്ട്രോബെറി സോസാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ ഇതിന് മുന്നേ ഒരു ചീസ് കേക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നോക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു പാനിൽ കുറച്ച് വെള്ളം എടുക്കുക. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഫ്ലെയിം വന്നിട്ട് സിമ്മിൽ വെക്കുക. അതിനുശേഷം ഒരു ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിനി അതിലേക്ക് എഗ് യോക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന് ഒരു 25 ഗ്രാംസ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്നൊരു ഇച്ചിരി തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ എഗ്ഗും പഞ്ചസാരയുടെയും മിക്സ്ചർ ഇപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് മെൽറ്റഡ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേണമെങ്കിൽ ആഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മൈക്രോവേവിൽ വെച്ച് അത് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതും ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ ഇത് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ എഗ് വൈറ്റ് വിപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു ബൗളിലേക്ക് എഗ് വൈറ്റും ബാക്കി വെച്ചിട്ടുള്ള 25 ഗ്രാം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ഹാൻഡ് മിക്സർ യൂസ് ചെയ്തിട്ട് വിപ്പ് ചെയ്തെടുക്കുക. നല്ലൊരു ഫ്ലഫി ആയിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടുന്നത് വരെ. ഇതിപ്പോൾ നല്ലൊരു ഫ്ലഫി ടെക്സ്ചർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഇത്രയും നേരം ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നമുക്കിത് വിപ്പ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി വിപ്പിംഗ് ക്രീം നല്ലതായിട്ടൊന്ന് ഒരു ഫ്ലഫി ടെക്സ്ചർ ആവുന്നത് വരെ വിപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമുക്കൊരു നല്ലൊരു ഫ്ലഫി ആയിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ആ ചോക്ലേറ്റ് മുട്ടയുടെ ആ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇരുന്നൊന്ന് ചെറുതായിട്ട് ചിലപ്പോൾ ഡ്രൈ ആവും. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. ഒന്ന് സ്പൂൺ വെച്ചൊന്ന് നന്നായിട്ട് അതൊന്ന് ഉടച്ചെടുത്താൽ മതി. അതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഒറ്റയടിക്ക് മുഴുവൻ ആഡ് ചെയ്യരുത്. അത് കുറച്ച് കുറച്ചായിട്ട് ഈ ക്രീമിലേക്ക് ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ വിപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മൾ വിപ്പ് ചെയ്യുന്തോറും നമ്മുടെ ഈ ചോക്ലേറ്റ് മിക്സ്ചർ നന്നായിട്ട് അതിൽ നമുക്ക് മിക്സായി കിട്ടിക്കോളും. അപ്പോൾ ഇതിപ്പോൾ ഒരുവിധം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനിപ്പോൾ ഹാൻഡ് മിക്സർ ഓഫ് ചെയ്യാണ്. അതിനുശേഷം ഇതുപോലെ ഒരു തവി എന്തെങ്കിലും എടുത്തൊന്ന് നന്നായിട്ട് എല്ലാം ഒന്ന് ഫോൾഡ് ചെയ്യുക. അപ്പോൾ വക്കിലുള്ളതൊക്കെ ഒന്ന് നന്നായിട്ട് അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് എഗ് വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യുക. കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പതുക്കെ ഭയങ്കര സ്പീഡിലിട്ട് ഇളക്കണ്ട. ഇതുപോലെ പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക സമയം എടുത്ത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള മിക്സ്ചറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും ഇനി അതുപോലെ തന്നെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്നും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരുന്നത് വരെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിനി ചോക്ലേറ്റ് മൂസ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം സ്ട്രോബെറി സോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മൂസ് ഡയറക്റ്റായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സ്ട്രോബെറി സോസ് ഞാൻ ആഡ് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൂസിൻ്റെ ആ സ്വീറ്റ്നെസ് ഒക്കെ ഒന്ന് ബാലൻസ് ആവും. അപ്പം സോസിനൊരു ചെറിയൊരു പുളിപ്പ് കാണും സ്ട്രോബെറി ആയതുകൊണ്ട്. അപ്പോൾ ആ ഒരു സ്വീറ്റ്നെസ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ സ്ട്രോബെറി സോസ് ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഫ്രീസറിൽ ഒരു 15 മിനിറ്റ് വെക്കാം ആ ലെയർ ഒന്ന് സെറ്റായിട്ട് കിട്ടാനായിട്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ചോക്ലേറ്റ് മൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പൂണിൽ ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെഷർമെൻറ്റ് വെച്ചിട്ട് നമുക്ക് 3 ചോക്ലേറ്റ് മൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഒരു പ്ലാസ്റ്റിക് റാപ്പോ അലുമിനിയം ഫോയിലോ വെച്ച് നന്നായിട്ട് കവർ ചെയ്യുക. അപ്പോൾ ഞാനിതിപ്പോൾ ഓവർനൈറ്റ് വെച്ചിരുന്നു സെറ്റ് ആവാനായിട്ട്. അപ്പോൾ സമയം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 4-5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക സെറ്റായി കിട്ടാനായിട്ട്.
ഞാനിതിപ്പോൾ ഓവർനൈറ്റ് വെച്ചിരുന്നു. അപ്പോൾ നോക്കി അറിയാം ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നോക്കിയാൽ അറിയാം ഇതിൻ്റെ ടെക്സ്ചർ നല്ല ലൈറ്റ് ആൻഡ് എയറി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. അപ്പോൾ ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. Also please like, subscribe and press the bell icon for regular updates. Thank you for watching.